യോ ഗൈസ്, ഹേക്കുവിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീട്ടിലൊരു ചെറിയ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. കൗമുദി TV-യുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പ്രാങ്ക് ഷോ. അപ്പോൾ അവർ ഒരു എപ്പിസോഡ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ എപ്പിസോഡിലെ മെയിൻ കാര്യങ്ങളൊന്നും കോണ്ടൻറ്റൊന്നും ഞാൻ നിങ്ങളെ കാണിക്കില്ല. ബട്ട് അവരുടെ ബാക്കിൽ നടക്കുന്ന, അവരുടെ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രാങ്ക് ഷോ കഴിഞ്ഞിട്ട് അതെ, ഞങ്ങളുടെ പ്രാങ്ക് ഷോ കഴിഞ്ഞിട്ട് ഇനി അടുത്ത കൗമുദി TV-യുടെ പ്രാങ്ക് ഷോയാണ്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേച്ചിയുടെ സന്തോഷം. നമ്മുടെ വീട്ടിൽ സിനിമാക്കാർ വന്ന് എൽദോ മെറ്റീരിയൽ സിനിമയിലെടുത്ത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഷോ കാണാൻ പറ്റില്ല, നമ്മൾ ആ ടൈമിൽ അകത്തായിരിക്കും. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം ഒരു ഷോയുടെ ബാക്കിൽ ഇത്രയും ആൾക്കാർ എഫേർട്ടുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഇത് ഒരു നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഒരു യൂട്യൂബ് ചാനൽ 3-4 പേരുടെ എഫേർട്ടല്ല. ഇതിൻ്റെ ബാക്കിലൊരു ഫുൾ ക്രൂ തന്നെ ഉണ്ട് കേട്ടോ. ഒരു 7-8 ക്യാമറയും അതുപോലെ അതിനനുസരിച്ചുള്ള ആൾക്കാരും ഉണ്ട് അത് മാനേജ് ചെയ്യാനായിട്ട്. ഞങ്ങളുടെ ഹാളിൽ ഒരു ചെറിയ ക്യാമറ വെച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അതൊക്കെ കാണിക്കാം. കണ്ടോ, ഇവിടെ ഒന്ന്, അകത്ത് 2 ഇതുകൊണ്ട്, അവിടെ 2 ഹോള് കണ്ടോ, അവിടെ 2 ക്യാമറ വെക്കും. ഈ ക്യാമറാസ് ഫുള്ള് ഹിഡൻ ആയിരിക്കും. ഞാൻ ഇതിനു മുമ്പ് സത്യം പറഞ്ഞ ഒരു ഷൂട്ടിംഗ് പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഒരു ഷൂട്ടിംഗ് പോലും ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഷൂട്ടിംഗ് ഒക്കെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ മാത്രമല്ല, ജിബിന ചാച്ചനും പപ്പ സത്യം പറഞ്ഞാൽ പപ്പ വരേണ്ട ഒരാളേ അല്ല. പക്ഷെ പപ്പ ഈ ഒരൊറ്റ കാരണത്താൽ പപ്പ വന്ന്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് പോയത് തരികിടയൊക്കെ കണ്ടിട്ടല്ലേ, തരികിട ഗുലുമാല് കണ്ടിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ബട്ട് നമ്മളിപ്പം വെളിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ കണ്ടോ, ഇവിടെ ക്യാമറ കാണത്തില്ല. അപ്പോൾ ഈ സാധനം ഇവിടെ ഹിഡൻ ആയിരിക്കും. ജസ്റ്റ് ഈ ഒരു ലെൻസിൻ്റെ ഇത്രയും ഭാഗമേ നമുക്ക് വെളിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക്കലി അവിടെ നിന്ന് ആരെങ്കിലും വരുവാണെങ്കിലും എന്തോ ആണെങ്കിലും ഇത് കാണാൻ പറ്റത്തില്ല. ഇത് പ്രോപ്പർലി ഹിഡനാണ്. ഇവിടെ ഓഡിയോ ചെക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് ഓഡിയോ ചെക്ക് ചെയ്യുന്നത്, എല്ലാത്തിനും വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് പുള്ളിക്കാരൻ മൈക്കിൽ നിന്ന് ചെക്ക് പറയുമ്പോൾ അവിടെ ഓക്കെ ആണോ, കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പുള്ളിക്കാരൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, പാർവതി. സാബുചേട്ടനെ പിന്നെ നമുക്ക് അറിയാവുന്നതാണ്, സാബുചേട്ടൻ്റെ ഓൾഡ് ഫാൻസാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ഷൈജു ചേട്ടനാണ്. ഷൈജു ചേട്ടൻ്റെ കഴിവ് പോലെയാണ് ഇവരെല്ലാം ഇങ്ങനെ അടിപൊളിയായിട്ട്. ആണോ? ഏത് മൂവിയായിരുന്നു? ഓക്കെ, നൈസ്. അപ്പോൾ വലിയ കലാകാരന്മാരൊക്കെയാണ് നമ്മുടെ ക്രൂവിലുള്ളത്. അപ്പോൾ ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിക്കോട്ടെ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്തോ മമ്മി എന്തോ പറഞ്ഞു? മമ്മിക്ക് അഭിനയിക്കണം. മമ്മി ഇതൊക്കെ കണ്ടപ്പോൾ മമ്മിക്ക് അഭിനയിക്കാൻ ഒരു താല്പര്യം. മമ്മിയുടെ ഉള്ളിനുള്ളിൽ ഒരു അഭിനേത്രി ഉണർന്നു പെട്ടെന്ന് വയസ്സാം കാലത്ത്. ചേട്ടാ, പപ്പ അറിഞ്ഞോ അമ്മയ്ക്ക് അഭിനയിക്കണമെന്ന്? തല്ല് കിട്ടാറില്ല, ഓടാറുള്ള ഒരു കറിവും കൂടെ വേണം. ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് നിൽക്കത്തില്ല. അപ്പോൾ അവസാനം അതാ ഓട്ടം. ആ സമയത്ത് മമ്മി ഓടിയില്ലെങ്കിൽ അത് മൊത്തത്തിൽ ഏകദേശം കവറായി കേട്ടോ. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവിടെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയത്തില്ല, പക്ഷെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അവിടെ 2 ക്യാമറ ഉണ്ട്. ആ 2 ഹോളിൽ 2 ക്യാമറ ഉണ്ട്. പിന്നെ അതല്ലാതെ അവിടെ എങ്ങാണ്ട് കാടിൻ്റെ ഇടയിൽ എവിടെയോ ഒരു ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ല. അത് കാണാൻ പറ്റത്തില്ല, എവിടെയോ വെച്ചിട്ടുണ്ട്. ആ ജനലിനകത്തുനിന്ന് ഒരു ക്യാമറ വെളിയിലോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആർട്ടിസ്റ്റുകളൊക്കെ ഒന്ന് റെഡി ആയാൽ മതി. ഞങ്ങളൊക്കെ പഞ്ചാബി വെച്ച് കാണുന്ന സൂര്യയായിരുന്നു 30 വർഷം മുമ്പ്. ഉള്ള സ്ഥലത്ത് ഏഷ്യാനെറ്റ് ഇല്ലാത്ത സ്ഥലം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആൻഡമാൻ അവിടെ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ സൂര്യ മാത്രമേ ഉള്ളൂ. സിനിമാ നടന്മാർക്ക് പോലും കിട്ടാത്ത ഉദാഹരണം. കാരണം അവിടെ സൂര്യ മാത്രമേ അവിടെ എല്ലാം. എനിക്കൊന്ന് ഇനിയിപ്പോൾ അടുത്ത ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ടൈം ആയെന്ന് തോന്നുന്നു കേട്ടോ.
അവരെന്തായാലും ഷൂട്ട് ചെയ്യട്ടെ. നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തൊക്കെയോ ഡിസ്കഷനിലൊക്കെയാണ്. അപ്പോൾ അവർ ഡിസ്കസ് ചെയ്തിട്ട് അവരുടെ പ്രാങ്കൊക്കെ അടിപൊളിയാവട്ടെ. അപ്പോൾ നമ്മൾ ഇനി അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പരിപാടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അകത്തുനിന്ന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, പുറത്തുപോയി കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അകത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ചെറിയൊരു ഗ്ലിംസ് നിങ്ങളെ കാണിക്കാം. അവിടെ ഷൂട്ടിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിവിയും ലെക്സിയും ഞാനിവിടെ ഓപ്പൺ ടെറസിൽ കൊണ്ടുവന്നപ്പോൾ കിവി ഇവിടെ ഭയങ്കര ബഹളം. ഞാനിവിടെ കിവിനെ കൂട്ടായിട്ട് വന്നത്. ലെക്സി കുഴപ്പമില്ല, ലെക്സി ഇവിടെ ഇരിപ്പുണ്ട്. കിവി ഇച്ചിരി വിഷയവാ. അങ്ങനെ പ്രാങ്ക് പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാങ്ക് കഴിഞ്ഞുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുപോലെ ഇതിനകത്ത് കേട്ടോ 2 ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനകം നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇത് ഇവിടെ നമ്മൾ അകത്ത് കയറിയാൽ ഇവിടെ ആയിരുന്നു ക്യാമറ വെച്ചിരുന്നത് കേട്ടോ. ഈ ഹോളിൽ കൂടെ അങ്ങോട്ട് 2 ക്യാമറ സൂം ചെയ്ത് വെക്കും. എന്നിട്ട് ഇത്രയും നല്ല സൂം ചെയ്ത് വെക്കും. അപ്പോൾ അറിയത്തില്ല അല്ല. പാട്ടുകാരി സിത്താരയുടെ മിയയുടെ ഒരു ഷേപ്പ് ഉണ്ട് മുഖത്തിൽ. യൂട്യൂബിലൊക്കെ പറയാ. ആളുകൾ ഗോമൈഗോഡിന്റെ മേക്കിങ്ങിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾ കമന്റ്സ് ആയിട്ട് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ ഷൂട്ടിന് ഇവിടെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുക എത്രത്തോളം എഫേർട്ട് എടുത്താണ്. ഒരു 12-14 പേരാണ് ഇതിന്റെ പിറകിൽ ഒരു വീഡിയോ, രസകരമായ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അത് വീഡിയോ കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിലാവണമെന്നില്ല, നേരിട്ട് കാണണം. ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ നേരിട്ട് വന്ന് കാണാം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ വീഡിയോയിലൂടെ. നിങ്ങളുടെ ആ ഒരു തെറ്റിദ്ധാരണ മാറട്ടെ. ഓക്കെ, താങ്ക് യു. ഇവിടെ ഒരു ക്രൂ ഉണ്ട്. ഇവർ ക്യാമറയുടെ പിന്നണിയിൽ നിന്നാണ്. അതെ 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 അതെ. ഇവരെ ആരും ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല. ഇവരാണ് ഈ ക്യാമറയുടെ ഫുൾ കൺട്രോൾ. അതെ, പിന്നെ സ്വത്ത് പെൺകുട്ടി നല്ലോണം ഉപദ്രവിച്ചായിരുന്നു. ഓക്കെ 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 ഏട്ടാ. ഓക്കെ, ബൈ. യെസ്, അങ്ങനെ കൗമുദി ടി വിയുടെ എന്ന് വെച്ചാൽ കേരള കൗമുദി എന്ന് പറയുന്ന പത്രം ഉണ്ടല്ലോ, അവരുടെ ഒരു ചാനലാണ് കൗമുദി ടി വി. അവരുടെ ഷോ ആയിരുന്നു ഓ മൈ ഗോഡ്. എന്തായാലും ഷൂട്ടിംഗ് പരിപാടി കഴിഞ്ഞ് ക്രൂ എല്ലാം തിരിച്ചു പോയിരിക്കുകയാണ്. നല്ല സഹകരണത്തിനൊക്കെ നല്ല നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇത്രയും സംവിധാനം ഇല്ല നമ്മളാൽ കഴിയുന്ന രീതിയിൽ. ഓക്കെ ഓക്കെ രാജ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കാണാൻ പോകുന്നത് ഇവരുടെ ഈ പ്രാങ്ക് വീഡിയോ ഒഫീഷ്യലി റിലീസായതിന് ശേഷമായിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടോ. നമ്മൾ ടി വി കാണുമ്പോൾ തന്നെ നമ്മൾ ബേസിക്കായിട്ട് ചില കാര്യങ്ങളോ 15 മിനിറ്റിൻ്റെ വീഡിയോ ഇല്ലേ, 15 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. എന്നാൽ അങ്ങനെയല്ല, ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യമേ ആർട്ട് വർക്കുകാർ ഫുൾ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യും. പിന്നെ ക്യാമറ എവിടെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം അതെല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് അവിടെ വെക്കും. കാരണം ഒരു ക്യാമറ കണ്ണി തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ കയ്യിൽ നിന്ന് പോയി. അതുപോലെ തന്നെ ഈ ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര മൈക്കുണ്ടെന്നറിയാമോ, എത്ര മൈക്ക് അത് റിസീവർ എല്ലാം സെറ്റാണ്. ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷൂട്ട്, എന്തെങ്കിലും ആവട്ടെ, സിനിമയാണല്ലോ സീരിയലാണല്ലോ എന്തെങ്കിലും ആവട്ടെ, ഞങ്ങൾ ഷൂട്ടിംഗ് എന്നൊരു സാധനം ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.